യാദൃശ്ചികമെന്നോണം കടന്നു വന്ന ഒരാളാണ്. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ട്രീറ്റ്മെന്റ് സെന്ററിൽ ഞാൻ പോയിട്ടില്ല. കുടിച്ച് മത്ത് പിടിച്ച് ഇങ്ങനെ ഒരു അവസാനത്തെ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ആത്മഹത്യയെ കുറിച്ചുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മുമ്പിൽ ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ബോർഡ് കാണുന്നു. ഞാൻ ആ ബോർഡിൽ നിന്ന് ഞാൻ അതിൻ്റെ അടുത്ത ദിവസം മീറ്റിങ്ങിൽ വീണ്ടും മദ്യപിച്ചിട്ട് പോയി. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് മീറ്റിങ്ങിന് ശേഷവും വീട്ടിൽ വന്ന് വീണ്ടും മദ്യപിച്ച ഒരാളാണ്. അതങ്ങനെ കുറച്ച് 3-4 മാസം കുറച്ച് ദിവസം കുടിക്കാതെയും കുറച്ച് ദിവസം കുടിച്ചൊക്കെ ആയിട്ടൊക്കെ പോയതിന് ശേഷം ഞാൻ പലരുടെയും എനിക്ക് ചുറ്റുമുള്ള പലരുടെയും റിക്കവറി കാണുകയും ഇതൊരു രോഗമാണെന്നൊക്കെയുള്ള ബോധ്യമൊക്കെ മനസ്സിലായി. പക്ഷെ എങ്കിൽ പോലും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല നിർത്താനായിട്ട്. കുറച്ച് ദിവസമൊക്കെ ട്രൈ ചെയ്യും. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ആ കാപട്യം നിറഞ്ഞ കപടത വീണ്ടും എന്നെ മദ്യത്തിലേക്ക് എത്തിച്ചു. എനിവേ ഒരു ദിവസം ആ ദൈവത്തിന്റെ കൃപയാൽ, ദ ഗ്രേസ് ഓഫ് ഗോഡ് നമ്മൾ പറയാറില്ല, ആ ദിവസത്തിൽ ഞാൻ എന്നെ പൂർണ്ണമായിട്ട് ഞാൻ ഐ വെന്റ് ടു മൈ നീസ്. ഞാൻ എൻ്റെ മുട്ടിൽ നിന്നും ഞാൻ പറഞ്ഞു, ദൈവമേ എന്നെ രക്ഷിക്കുക. എന്നോട് പറഞ്ഞ ഒരു സുഹൃത്ത് എങ്ങനെ ചെയ്യാം. അന്ന് എനിക്കൊരു സ്പോൺസർ ഇല്ലായിരുന്നു. അതായത് ഞാനത് പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ഇന്ന് വരെ മദ്യപിക്കാനുള്ള എനിക്ക് ചിന്തയും വന്നിട്ടില്ല. പിന്നീട് ഞാൻ മദ്യപിച്ചില്ല. അതിനുശേഷം ഞാനൊരു സ്പോൺസറോടൊപ്പം ഈ പ്രോഗ്രാം ചെയ്യാൻ ആരംഭിച്ചു. വളരെ കാഠിന്യം നിറഞ്ഞിട്ടുള്ള ഡെയിലി സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എല്ലാ വിധത്തിലും ഞാൻ സ്ട്രഗിൾ ചെയ്യായിരുന്നു. കാരണം റിലേഷൻഷിപ്പ് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരും എന്നെ എവരിബഡി ഡിസ്കാർഡഡ് മീ. എൻ്റെ ഫാമിലിയിലുള്ള അതുവരെ ഒരു അക്യൂട്ട് ആൽക്കഹോളിസിലേക്ക് വരുന്നതിന് മുമ്പ് നല്ല റിലേഷൻഷിപ്പ് ഉള്ള ഒരാളായിരുന്നു. ആ വ്യക്തി അവസാനം ഒറ്റപ്പെടുന്നു. ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉപേക്ഷിച്ച് പോയില്ല. അവരും കുറച്ചാൾ കഴിഞ്ഞാൽ അവർ പോകുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അവരെ വിട്ടിട്ട് എന്നേക്കുമായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ നിന്നത്. അതുപോലെ അപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം മനസ്സിലായി. അതുപോലെ ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ നല്ലൊരു റീസണബിളി റെസ്പെക്ട്ഫുൾ പൊസിഷനിൽ ഞാൻ ജോലി ചെയ്യാണ്. എനിക്കൊരു അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് ആയിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും ബന്ധവും അതുപോലെ തന്നെ അവിടെ വരുന്ന VIPസിനെയൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനുള്ള അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലാണ്. ആ മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ഒരു സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഞാൻ എല്ലാം എൻ്റെ അവസാനം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നല്ലൊരു സമ്പത്തുണ്ടായിരുന്നു. കുറച്ച് ഇന്നത്തെ കാലത്ത് വെച്ചിട്ട് ഒരു റീസണബിളി നല്ലൊരു എമൗണ്ട് എൻ്റെ ബാങ്കിലുണ്ടായിരുന്നു. എൻ്റെ വൈഫിനും അത്യാവശ്യത്തിന് ഗോൾഡ്, മക്കൾക്ക്, എനിക്കൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് മറ്റ് ദൂഷിച്ച പല സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളും കയറി വന്നു. കാരണം എനിക്ക് ഞാൻ എവിടെയൊക്കെ ഇങ്ങനെ ഒറ്റപ്പെടുന്നു എന്ന് വന്നപ്പോൾ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു സോഴ്സ് വേണമല്ലോ ഒരു കമ്പനിക്ക്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ അത് പല രീതിയിലും ദുർവിനിയോഗം ചെയ്ത് അവിടെയും എല്ലാം തകർച്ചകളിലേക്ക് ഞാൻ പോയി. അതിനുശേഷം ഞാൻ റിക്കവറിയിൽ വന്ന് ഞാനൊരു സ്പോൺസർ എടുത്തു. സ്പോൺസറുടെ അദ്ദേഹം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ അനുസരിക്കാനായിട്ട് തയ്യാറായത് എൻ്റെ സ്പോൺസറായിരിക്കും. അല്ലാതെ എൻ്റെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ആരെയല്ല. എന്തോ അദ്ദേഹത്തോട് അതൊരു ദൈവികമായിട്ടുള്ള ഇടപെടലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അതിനുശേഷം ഞാൻ അങ്ങനെ 3 മാസമോ 6 മാസമോ 1 വർഷമോ കേട്ടപ്പോൾ ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ കൂടി പോവുകയാണ്. അതിനിടയ്ക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് കൂട്ടിക്കുഴഞ്ഞ് അതിനോടിടയ്ക്കും മദ്യത്തിനോടുള്ള ക്രേവിങ് എന്തുകൊണ്ടാണ് എനിക്ക് ഒരിക്കൽ പോലും ഉണ്ടായില്ല. എന്നും ഞാൻ സത്യസന്ധമായിട്ട് ആഗ്രഹിച്ചതിന് ശേഷം ഉണ്ടായില്ല. അതുപോലെ തന്നെ ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട്. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എത്രമാത്രം എനിക്ക് തന്നെ ലയബിലിറ്റീസ് ഉണ്ടെന്ന്. ആ കാലത്താണ് ഈ ക്രെഡിറ്റ് കാർഡും ബാങ്കുകളുടെ പേഴ്സണൽ ലോണൊക്കെ ഇറങ്ങി. അപ്പോൾ അതെല്ലാം ക്രെഡിറ്റ് കാർഡും ബാങ്കുകളും എല്ലാം വാങ്ങി അതെല്ലാം ബ്ലോക്ക് ആക്കി. അങ്ങനെ ആ കാലത്ത് ഭയങ്കര ശല്യമായിരുന്നു ബാങ്കുകളെ കൊണ്ടൊക്കെ. അപ്പോൾ എനിക്ക് ഓഫീസിൽ പോലും ചിലപ്പോൾ പോകാൻ പറ്റാത്ത ഒളിച്ചു നടക്കേണ്ട രീതിയിലുള്ള ഒരു സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിവേ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ സ്പോൺസറോട് ഞാൻ ഏതായാലും ഒരു പരിധി വരെയെങ്കിലൊക്കെ ഓപ്പൺ ചെയ്ത് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം കാരണം നമ്മൾക്ക് ഇവിടെ ആരും നമ്മളെ ഫൈനാൻസ് ചെയ്യാനില്ല, നമ്മുടെ സ്പോൺസർ ആരും നമുക്ക് പൈസ തരുന്നില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷെയർ ആവൺ, സ്റ്റിക്ക് ടു ദിസ് പ്രോഗ്രാം.
ഇതെല്ലാം കടന്നു പോകുന്നതാണ്. എവരിത്തിങ് വിൽ ബി പാസ്, യു വിൽ ബി ഓൾ റൈറ്റ്. നേരിടേണ്ട രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ നടത്തുക, സംസാരിക്കുക ഓപ്പണായിട്ട്, സത്യസന്ധമായിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾ പറഞ്ഞു നോക്കുക. അതുപോലെ തന്നെ നീ നിന്റെ പ്രയർ പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അന്ന് മെഡിറ്റേഷനെ കുറിച്ചൊന്നുമല്ല, പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് പോവുക, മീറ്റിങ്ങുകൾ ചെയ്യുക, ഈ ടെക്സ്റ്റ് പഠിക്കുക. ചന്ദ്രമോഹൻ പറഞ്ഞ ഒരു ടെക്സ്റ്റ് പഠിക്കുക. എൻ്റെ ഗ്രൂപ്പ്, ഞാനന്ന് ചേർന്നിരുന്ന ഗ്രൂപ്പിൽ ആഴ്ചയിലൊരു ദിവസം ബിഗ് ബുക്കിന്റെ സ്റ്റഡി ഉണ്ടായിരുന്നു, ഒരു ദിവസം 12 പടികളുടെ സ്റ്റഡി ഉണ്ടായിരുന്നു, ഒരു ദിവസം 12 പാരമ്പര്യങ്ങളുടെ സ്റ്റഡി ഉണ്ടായിരുന്നു, മറ്റു ചില ദിവസങ്ങളുടെ മറ്റു ചെറിയ നമ്മുടെ ഓരോരോ സെക്ഷൻ. അപ്പൊ അതുകൊണ്ട് അത് ഒരുപാട് പ്രയോജനപ്പെട്ടു. അതുകൊണ്ട് ഇന്നും ആ പഠനത്തോടുള്ള താല്പര്യം ഇന്നും പറഞ്ഞില്ല. കാരണം അത്രയ്ക്ക് ഒരു വലിയൊരു വേദഗ്രന്ഥമാണ് ബിഗ് ബുക്ക് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇന്നും എനിക്ക് അതിനോടുള്ള തീരാത്ത ആർത്തി. ഇന്നും എവിടെയെങ്കിലും ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ, ആരിൽ നിന്നായാലും കേൾക്കാൻ എനിക്കുള്ളൊരു മനോഭാവം എനിക്കുണ്ടായത് ഏറ്റവും വലിയ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ വർഷം ഞാൻ സോബറായിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പ്രശ്നം ഞാനിവിടെ പറയുന്നില്ല, വളരെ മാനസികമായിട്ട് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പൊ ഞാൻ എൻ്റെ സ്പോൺസറായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ സ്പോൺസറോട് പറഞ്ഞു, എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് മാറി നിൽക്കണം. പുള്ളി പറഞ്ഞു, നീ മാറി എത്ര ദിവസം നിൽക്കാൻ പറ്റും? ഡോണ്ട് റൺ അവേ ഫ്രം പ്രോബ്ലം, ഫേസ്. ഞാൻ പറഞ്ഞു നോ, ഞാൻ കുറച്ച് പുള്ളി പറഞ്ഞില്ല എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ, ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ നമ്മുടെ ചെന്നൈയിലുള്ള ഒരു ഓൾ ടൈമർ ഉണ്ട്, അദ്ദേഹമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് പെയിനിലാണ്, ഒരുപാട് കുറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് 1-2 ദിവസത്തേക്ക് അങ്ങോട്ട് വന്നിട്ട് സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. കണ്ടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. പുള്ളി ഡിസ്കറേജ് ചെയ്തില്ല, പറഞ്ഞു ഞാനുണ്ട്, ഒറ്റയ്ക്ക് വന്നോളാൻ പറഞ്ഞു. ഞാനങ്ങനെ ചെന്നൈയിൽ പോയി അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോഴും എൻ്റെ സ്പോൺസർ പറഞ്ഞതിന് അതീതമായിട്ടൊന്നും അദ്ദേഹത്തിനും പറയാറുണ്ടായിരുന്നു. ഫേസ് ദ പ്രോബ്ലം, ഡോണ്ട് റൺ അവേ, ഇതെല്ലാം മാറുന്നതാണ്, ദീസ് ടു ഷാൽ പാസ്. അങ്ങനെ ഒരു അന്നത്തെ ഞാൻ സിറ്റുവേഷൻ തിരിച്ചു പോരുന്ന എൻ്റെ അന്ന് വൈകിട്ടത്തെ നമ്മുടെ മദ്രാസ് മേൽ അന്നത്തെ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ട്രെയിൻ പോരാൻ വൈകുന്നേരത്തെ ഞങ്ങൾ നടന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ വഴിയിൽ ഒരു ചർച്ച് വരുന്നുണ്ട്. ആ ചർച്ചിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു ചർച്ചിൽ പല വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു വാക്യം ഇതായിരുന്നു, ഞാൻ ഇന്നും അത് ഓർക്കുന്നു. അദ്ദേഹം എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിച്ചു നോക്കിയിട്ടെന്ന് പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതാണ് ഇതായിരുന്നു, bad times not to break us but to make us, bad times not to break us but to make us. അപ്പൊ പുള്ളി പറഞ്ഞു, ഇതെല്ലാം കടന്നു പോകുന്നതാണ്, അതുകൊണ്ട് ഈ പകർച്ചയുടെ ഈ സമയത്താണ് ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ടു ഡു ദ പ്രോഗ്രാം. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞ, ഏതായാലും ഇവിടെ മുതൽ നാട്ടിൽ പോയിട്ട്, നാട്ടിൽ ഒരു ഓൾ ടൈമർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കാണാൻ പറഞ്ഞു. അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു വ്യക്തിപരമായിട്ട്. എനിക്ക് ആദ്യത്തെ ഞങ്ങളുടെ കൂടിക്കാഴ്ച തന്നെ എനിക്ക് അദ്ദേഹത്തിനോട് എനിക്ക് ഭയങ്കര ഒരു, അദ്ദേഹം 26 വർഷം ഇങ്ങനെ സോബറാണ്. എനിക്ക് അദ്ദേഹത്തിനത്, പക്ഷെ ഇദ്ദേഹത്തോട് എനിക്ക് പറയാൻ മതി, അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളുമായിരുന്നു. അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ തിരിച്ച് ഡൽഹിക്ക് തന്നെ പോലെ, അത് അവിടെ നിന്ന് കറങ്ങി നടക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ നാട്ടിൽ വന്ന് അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹമായിട്ട് അത്രയൊന്നും ചേരാൻ പറ്റിയില്ലെങ്കിലും, പക്ഷെ ഞാൻ കുറച്ച് ദിവസം റിപ്പീറ്റഡ്ലി ഫോളോ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എന്നെ മനസ്സിലാക്കാൻ, അദ്ദേഹത്തിൽ നിന്നും എനിക്ക് വേണ്ട കേട്ട് അദ്ദേഹവും ഈ ചെന്നൈയിലുള്ള ഓൾ ടൈമർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു. കാരണം ഈ പ്രോഗ്രാം ചെയ്തവർക്ക് എല്ലാവർക്കും ഒരേ ഭാഷയെ പറയാൻ, വ്യത്യസ്തമായിട്ടൊന്നും പറയാനില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ഡൽഹിക്ക് തന്നെ വന്നു. വീണ്ടും ഈ ജീവിതത്തിലെ ആ പ്രശ്നത്തിൽ നിന്നൊക്കെ ഞാൻ ഓവർകം ചെയ്തു. അതിനുശേഷം നിരന്തരമായിട്ടുള്ള സ്ട്രഗിൾ, ഒരു 8 വർഷം വരെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അന്നൊക്കെ ഈ ഓർമ്മയിലെത്തിയിരുന്നത് ഈ ഒരു മന്ത്രമാണ്, ദീസ് ടു ഷാൽ പാസ്. എന്നോട് പലപ്പോഴും എൻ്റെ സ്പോൺസർ പറഞ്ഞു, നിനക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ വർഷം, ഇപ്പൊ 2022 ജനുവരി മാസം 15 16-ാമത്തെ തീയതിയിലേക്ക് കടക്കാൻ പോകണം. ഈ ദിവസത്തിലും എനിക്ക് കഴിഞ്ഞ വർഷം ഇതേ ദിവസത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ഓർമ്മയുമില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ പ്രോബ്ലംസ് തന്നെ ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പൊ ഞാൻ വീണ്ടും ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും കുറച്ച് പ്രോബ്ലംസിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഞാൻ കടന്നു പോകുന്നു. അതിനെ ഓവർകം ചെയ്തെങ്കിൽ ഈ 15ഉം 16ഉം ഓവർകം ചെയ്യും. ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടതിന് ഉണ്ടായത്, I did something, that is action. I studied the text and I was always willing to
സ്റ്റഡി ദ ടെക്സ്റ്റ്. ദ മീൻ ടൈം അതിൻ്റെ സെയിം ഇത് തന്നെ, ആരെങ്കിലും സഹായിക്കാനുള്ള മനോഭാവത്തിന് ഇന്നും ഒരു കുറവില്ല. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ജീവിതത്തെ മുമ്പോട്ട് പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ എൻ്റെ ഭയമാണ്. ഞാൻ എന്നും ഭയപ്പെടുന്നു. ഇന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഭയം എന്നോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പടികൾ ആ ഭയത്തിനെ എന്നെ കീഴടക്കാൻ സാധിക്കുന്നില്ല. പതറിപ്പോകുന്നുണ്ട്. കാരണം എൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലായി. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പോരാത്തന്നെ ഇപ്പൊ ഈ നമ്മുടെ ഈ പാൻഡമിക്കിന്റെ സമയത്ത് കുറെ നല്ല ആളുകളുമായിട്ടുള്ള ബന്ധം ഉണ്ടായി. വിദേശത്തുള്ള മീറ്റിങ്ങൾ, വിദേശികളുമായിട്ടുള്ള മീറ്റിങ്ങൾ ഒരുപാട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇന്ത്യയിൽ തന്നെ നല്ല കുറച്ച് നല്ല ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഫിലിപ്പ് സാറിനെ അതിനകത്ത് കണ്ടു. ഫിലിപ്പ് സാറിനെ കേൾക്കാൻ പറ്റി. അദ്ദേഹത്തിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ കിട്ടി. ഒരുപാട്. ഇന്ന് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഒരു മെന്ററായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് അറിയാം, കാരണം ഇതെല്ലാം ദൈവം കൊണ്ട് എൻ്റെ മുമ്പിൽ എത്തിച്ചവരാണ് അവരൊക്കെ. ആ രീതിയിൽ അതിനൊരു എളിമയുടെ ഭാവത്തിലാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ വർഷങ്ങളെക്കുറിച്ചുള്ള യാതൊരു ബോധ്യം ഇന്നും ഞാനൊരു പുതുമക്കാരനെ പോലെ തന്നെ യാത്ര ചെയ്യും. പിന്നെ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിൽ പ്രതികരിക്കും. അതെൻ്റെ ഒരു ശീലമായിപ്പോയി. കാരണം എനിക്ക് എൻ്റെ ഞാനൊന്നും ഒരു പക്ഷേ ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്, എനിക്ക് കേരളത്തിലാണ് ഒരു പക്ഷേ ഈ എയുടെ മെസ്സേജ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സർവൈവ് ചെയ്യില്ല. ചിലപ്പോൾ ഒരു കൗശലമായിട്ടുള്ള ഇതായിക്കോട്ടെ, പക്ഷെ ചിലപ്പോഴൊക്കെ വിഷമം തോന്നാറുണ്ട്. കാരണം ഇവിടെ ഞാനൊരു വിമർശകമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് അത് വേണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായത് ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോ ഈ ടു ഷാൽ പാസ് ഉള്ളൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാൻ അത് വേണ്ട അതിഥി കടന്ന വാക്കുകളിലേക്കൊന്നും അധികം അങ്ങനെ വന്നു പോകാറുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്നൊരു നല്ല ദിവസമാണ് ഈ ഗ്രൂപ്പിന്റെ. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും ഈ ചന്ദ്രമോഹൻ വീഡിയോ ഓപ്പൺ ചെയ്തിരുന്നിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അലമാരിയിൽ ഈ ബിഗ് ബുക്കിന്റെ ഫസ്റ്റ് എഡീഷന്റെ കോപ്പി കാണുമ്പോൾ എനിക്കൊരു അസൂയ തോന്നാറ്. കാരണം ഞാൻ ഒരുവിധം ബുക്കുകളൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എഡീഷൻ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ടെക്സ്റ്റ് ഇല്ല. എൻ്റെ ആദ്യത്തെ 164 പേജും അതിനുശേഷമുള്ള 2-3 സ്റ്റോറീസുള്ള ഫസ്റ്റ് എഡീഷന്റെ 3 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ് ടെക്സ്റ്റ് ഈ അടുത്ത ദിവസം എൻ്റെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റോറീസ് ഉള്ളത്. ആ ടെക്സ്റ്റ് കാരണം പുള്ളിയുടെ കയ്യിലിരിക്കുന്നതാണെന്ന് എനിക്കൊരു അസൂയം തോന്നാറുണ്ടായിരുന്നു. ഇതെൻ്റെ കയ്യിൽ തോന്നുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ കിട്ടി. ഞാൻ അതിനകത്ത് ആദ്യം വായിച്ചത് അതിനകത്തുള്ള കുറച്ച് സ്റ്റോറീസാണ്. അതിനകത്ത് ഒരു സ്റ്റോറിയിൽ 336 പേജിൽ ട്രൂത്ത് റീഡ് മീ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. മനസ്സിലായില്ല? അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു ആൽക്കഹോളിക്, എന്നെ പോലുള്ള ഒരു ആൽക്കഹോളിക്, അദ്ദേഹത്തിന്റെ ഫൈനാൻഷ്യലിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, അതിനുശേഷം റിക്കവറിയിൽ വന്നതിന് ശേഷം പുള്ളി ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു. ആ ബാങ്ക് ഇയാളുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും ചെയ്യും, ഇയാൾ നല്ലതിനായിട്ട് ജീവിക്കുന്നു. പക്ഷെ എല്ലാം കേട്ടതിന് ശേഷം ബാങ്ക് മാനേജർ അദ്ദേഹത്തിന്റെ ലോൺ റിജക്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് നിരാശയിലും? കാരണം എന്റെ പ്രോബ്ലം എന്താണ്? എനിക്ക് എന്റെ ആഗ്രഹത്തിനെതിരായിട്ട് എന്തെങ്കിലും ഞാൻ ഐ വിൽ ബി റെസ്റ്റ്ലെസ്, ഐ എം ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ്. ഹിയർ ഈ വ്യക്തിയിൽ ആ ഒരു ഭാവം, ഒരു മാറ്റം ഉണ്ടായില്ല. ഈ അക്സെപ്റ്റഡ് ദാറ്റ്, ആ ഒരു ഇതിനെ നിരാകരിച്ചതിന് അദ്ദേഹം അതിനെ അംഗീകരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ അടുത്ത ഒരു പാരഗ്രാഫിലുള്ള ഒരു വാക്ക് വായിച്ചിട്ട് ഞാൻ ആ ഒരു ഭാഗം തീർക്കാം. ഐ ഹാഡ് അഗൈൻ ഫൗണ്ട് റിയാലിറ്റി. മൈ നീഡ്സ് വെർ മെറ്റ് ഫ്രം അനദർ എൻറ്റയർലി അൺഎക്സ്പെക്ടഡ് സോഴ്സ്. മൈ നീഡ്സ് വെർ മെറ്റ് ഫ്രം അനദർ എൻറ്റയർലി അൺഎക്സ്പെക്ടഡ് സോഴ്സ്. ഇതെന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം അനുഭവിച്ച ഒരാളാണ്. അപ്പൊ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് അതൊന്നും ഞാൻ ചടഞ്ഞ് വീട്ടിലിരിക്കാനും പാടില്ല. ഐ ഹാവ് ടു ടേക്ക് ആക്ഷൻ, റൈറ്റ് ആക്ഷൻ, ഹോണസ്റ്റ് ആക്ഷൻ വിത്ത് ഒരു ലിങ്ക് ഞാൻ ഉണ്ടാക്കണം. ത്രൂ പ്രയർ ടുഡേ ഐ ഹാവ് എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് എ ഹയർ പവർ. ഐ നോ, എനിക്ക് വിശ്വാസമുണ്ട്, ഹി വിൽ നോട്ട് ലെറ്റ് മീ ഡൗൺ. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു ദിവസം ഞാൻ ഈ മീറ്റിംഗിൽ, ഇവിടുത്തെ ഈ ഗ്രൂപ്പിൽ തന്നെ മീറ്റിംഗ് സമയത്ത് ഒരു കളിയാക്കലിന്റെ ജോലിയൊക്കെ എന്തൊക്കെ അവരൊക്കെ പറയുന്നത്, എനിക്ക് വിഷമം തോന്നിയില്ല. ടുഡേ ഐ ക്യാൻ സേ ഐ നോ, എത്രമാത്രം പെയിനിൽ കൂടി പോയാലും അത്രമാത്രം എൻ്റെ റിക്കവറി നന്നാവും എൻ്റെ ഉറപ്പം. കാരണം ടുഡേ ഐ എം ഹോണസ്റ്റ് വിത്ത് മൈ സെൽഫ്, വിത്ത് മൈ ഹയർ പവർ.
എനിക്കൊന്ന് ആരുടെയും മുഖത്ത് നോക്കാനായിട്ട് എനിക്ക് ഒരു ജാഗ്രതയില്ല. എൻ്റെ വൈഫിന്റെ കണ്ണിലേക്ക് എനിക്ക് ധൈര്യപൂർവ്വം നോക്കാം. ഒരു കള്ളത്തരമില്ല. ഇന്ന് ദൈവത്തിന് മുമ്പിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ഫിയർ എന്നെ ഓവർകം ചെയ്യുന്നേ ഇല്ല. ഫിയറിന്റെ പ്രശ്നമാണല്ലോ എൻ്റെ പ്രോബ്ലം ഫിയർ ആണല്ലോ. ആ ഫിയറിനെ ഞാൻ ഓവർകം ചെയ്തിരിക്കുന്നു. സോ എനിക്ക് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടുവരാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ, പേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഓഫീസുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ ലൈഫിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതെല്ലാം കടന്നു പോകും. These too shall pass. But I have to take the right action. I need a sponsor. If നമ്മൾ പറയുകയാണ് ഞാനൊരു അമിത മദ്യപാന അസക്തനാണെന്ന് പറയുകയാണെങ്കിൽ ഐ നീഡ് എ സ്പോൺസർ. എടുത്താൽ മാത്രം പോരാ. You have to work the program with a sponsor. Study the text. ഈ പുസ്തകം വായിച്ച് പഠിക്കാതെ ഈ ഇരുന്നുകൊണ്ട് എത്രമാത്രം മീറ്റിംഗ് ചെയ്തിട്ടോ എത്രമാത്രം പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ വരുന്നവരാണ് ഈ പാസിങ് നടന്നുകൊണ്ടിരിക്കും. ആളുകൾ വരും, പോയിക്കൊണ്ടേയിരിക്കും. ഈ പ്രോഗ്രാം ചെയ്യുന്നവർ ഈ പ്രോഗ്രാമിൽ നിലനിൽക്കും, അത് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് രസകരമായൊരു പ്രോഗ്രാമാണ്. ഇതിനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട്. എനിക്കും ദൈവം ഇനിയും തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാമിനോട് ചേർന്ന് നിൽക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഈ വർഷം 1 വർഷം തികച്ച ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.